സത്യം പറഞ്ഞാൽ വലിയ പിണറായി വിരുദ്ധനൊക്കെയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പിണറായി വിജയനോട് നമ്മൾ കടപ്പെട്ടിരിക്കണം, അല്ലേ? കേരളം ഇങ്ങനെ ചുട്ടുപൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടായ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം. വലിയ രീതിയിലുള്ള ചൂടാ. ഈ ചൂട് കാലത്ത് ആ ചൂട് നമുക്കറിയാതെ ഇപ്പം നമ്മൾ ഓഫ് കോഴ്സ് വീട്ടിന് പുറത്ത് അല്ലെങ്കിൽ ഓഫീസിന് പുറത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ചൂടുണ്ടാവും. പക്ഷേ സ്ഥാപനത്തിനുള്ളിൽ നമുക്ക് ചൂടൊന്നും അറിയാതിരിക്കാൻ 24 മണിക്കൂറും 365 ദിവസവും 24 മണിക്കൂറും ഒരു സെക്കൻഡ് പോലും മുടക്കമില്ലാതെ വൈദ്യുതി നമുക്ക് സപ്ലൈ ചെയ്തു കൊണ്ടിരിക്കുന്ന പിണറായി തമ്പുരാന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഒരു വലിയ ഇരുണ്ട കാലത്തിൽ നിന്ന് ലോഡ് ഷെഡിങ് ഇല്ലാത്ത, പവർ കട്ടില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മളെ എത്തിച്ച നമ്മുടെ നായകൻ പിണറായി തമ്പുരാൻ നീടാൾ വാഴട്ടെ, അല്ലേ? നമ്മൾ കടപ്പെട്ടിരിക്കണം. ആ പിണറായി തമ്പുരാൻ്റെ കാല് നമ്മൾ നക്കിക്കൊടുക്കണം, അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് വന്ന കറണ്ട് ബില്ലിൻ്റെ താഴെ പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം. ഹൈ, എല്ലാവരെയും തന്തയായതാ. ഛി, പവർ കട്ടില്ലാത്ത 10 വർഷം. ജനമിങ്ങനെ ഉരുക. എന്നിട്ട് ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് പവർ കട്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ, വൈകുന്നേരം ഒരു 6 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ ഒരു 10-20 തവണ പവർ കട്ട്. കറണ്ട് പോകും, വൈദ്യുതി ഇല്ല. എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്? പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം. പിണറായി തമ്പുരാൻ്റെ കാല് കേരളത്തിലെ പൊതുജനം നക്കണം എന്നതായിരുന്നു അടിമകളുടെ, കൃമികീടങ്ങളുടെ അവകാശവാദം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ചുട്ടുപൊള്ളുന്ന രാത്രികളിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. എല്ലാവരുടെ വീട്ടിലും സോളാറും ഇൻവേർട്ടറൊക്കെ ഉണ്ടോ? ഈ ജനങ്ങൾ, അതും ചെറിയ മക്കളൊക്കെ ഉള്ള വീട്, എന്തൊരടങ്ങാറാ. കാരണം കറണ്ട് പോകുമ്പോഴേക്കും ഈ എരിപിരി സഞ്ചാരം എടുത്തിട്ട് മക്കളൊക്കെ എഴുതിച്ച് കരയാണ്. എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുക. പിണറായി വിജയൻ്റെ തള്ളം തരുന്ന് ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം. ഒലക്കേട മൂട്. ശരിക്കും പറഞ്ഞാൽ ഭൂലോക തോൽവിയല്ലേ ഈ ചങ്ങായി? ഭൂലോക തോൽവിയല്ലേ? പച്ച നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. ചൂടുകാലം ഇങ്ങോട്ടായപ്പോൾ, ഉപഭോഗം കൂടിയപ്പോൾ അതിന് പറ്റിയ, അതിന് പ്രാപ്തമാകുന്ന, അതിന് മതിയാവുന്ന വൈദ്യുതി ഇല്ല എവിടെയും. 10 വർഷം ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു വൈദ്യുതി ക്ഷാമം പോലും പരിഹരിക്കാൻ കഴിയാത്ത തോൽവിയല്ലാതെ പിന്നെ എന്താണ് ഈ വിജയൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 വർഷം ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു വൈദ്യുതി പ്രശ്നം, ഒരു വൈദ്യുതിയുടെ ലഭ്യതക്കുറവ്, അതും 10 വർഷത്തിന് മുമ്പ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ കിട്ടുന്നത്. 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ എത്ര വീടുകളിൽ സോളാർ ഉണ്ടായിരുന്നു? ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ സോളാർ മേഖലകളിൽ എത്ര വീടുകളിലാണ് സോളാർ ഉള്ളത്? എല്ലാ വീട്ടിലും ആളുകൾ സോളാർ വെച്ച് സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBിക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടും നോ രക്ഷ. കേരളത്തിന് മതിയാകുന്ന രീതിയിൽ ഈ പറയുന്ന പവർ ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അങ്ങനെ എല്ലാം കൂടിയിട്ട് ഉണ്ടായിട്ടും നമുക്ക് മതിയാവുന്നില്ല. ഓരോ മണിക്കൂറിലും 15-20 മിനിറ്റ് പവർ കട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എന്ത് നുണയാണ് പറഞ്ഞത്? പച്ച നുണയല്ലേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് പിണറായി വിജയൻ? ഇപ്പം നോക്ക് നിങ്ങൾ, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിജയൻ വാർത്താസമ്മേളനം തൂറാത്ത വിജയൻ തൂറലോട് തൂറൽ. വാർത്താസമ്മേളനം നടത്താത്ത വിജയൻ വാർത്താസമ്മേളനം കൊണ്ടൊരു അയ്യര് കളിയായിരുന്നു. പുട്ട് തേങ്ങടയും ഉമ്പിടും പോലെ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വോട്ടിങ് കഴിഞ്ഞ് അതോടുകൂടി വാർത്താസമ്മേളനം കഴിഞ്ഞ്. ഇപ്പം വിജയനെ പുറത്ത് കാണുന്നില്ല, വിജയൻ പുറത്തിറങ്ങുന്നില്ല. ക്ലിഫ് ഹൗസിൽ അങ്ങനെ ഇരിക്കുക. എന്താ ഇരിക്കുന്നതിന്? 24 മണിക്കൂറും AC ഇടുക. കാരണം എന്താ? വിജയൻ്റെ പോക്കറ്റിൽ നിന്നാണോ കൊടുക്കുന്നത്? അല്ല,
പിന്നെ എവിടുന്നാ കൊടുക്കുന്നത്? പൊതുഖജനാവിൽ നിന്ന്. എ സിക്ക് തണുപ്പ് കുറവാണോ? പുതിയ എ സി കൊണ്ടുവന്ന് വെക്കാം. എവിടുന്നാ കൊടുക്കുന്നത്? പൊതുഖജനാവിൽ നിന്ന്. അങ്ങനെ എന്തും ആർഭാടമായിട്ട് ഉപയോഗിക്കാം. കാരണം എന്താ? വിജയന്റെ പോക്കറ്റിൽ നിന്നാണോ കൊടുക്കുന്നത്? അല്ല. പിന്നെ എവിടുന്നാ? പൊതുഖജനാവിൽ നിന്ന്. എന്നാ ഈ പൊതുഖജനാവിലേക്ക് പണം കൊടുക്കുന്ന, നികുതി അടക്കുന്ന സാധാരണക്കാരനോ? അവന് കരണ്ടുമില്ല, അവന് ഓലക്കേട മൂടുമില്ല. എന്നിട്ട് അവനോട് പറയാണ്, കേരളത്തിലെ പൊതുജനത്തോട് പറയാ, 10 വർഷം ലോഡ് ഷെഡിങ് ഇല്ലാത്ത, പവർ കട്ടില്ലാത്ത 10 വർഷം. ഹെയ്, എന്താ അന്തസ്സില്ലേ? അന്തസ്സാണോ ഭൂലോക തോൽവിയാണോ? നിങ്ങൾ തന്നെ പറ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങളല്ലോ പറയുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഈ വൈദ്യുതിയുടെ ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിക്കുന്നുണ്ടല്ലോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. അല്ലേ? ഒരു ദിവസം എത്ര തവണയാ വൈദ്യുതിയുടെ ഈ പറയുന്ന പവർ കട്ട് വരുന്നത്, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്? ഇതൊന്നും പ്രഖ്യാപിച്ചതല്ല. ഇതൊക്കെ അണിയറയിൽ മാത്രം KSEB ഉദ്യോഗസ്ഥർക്ക് മാത്രം നിർദ്ദേശം. ഇതൊന്നും ഇങ്ങനെ പവർ കട്ട് ഉണ്ടാകുന്നോ ലോഡ് ഷെഡിങ് ഉണ്ടാകുന്നോ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നില്ല. പിണറായി വിജയൻ എല്ലാം വളരെ രഹസ്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSEB 15 മിനിറ്റ് വീതം എല്ലാ ഫീഡറിലും ലോഡ് ഷെഡിങ് ആണ്. 15 മിനിറ്റ് വീതം, ഓരോ മണിക്കൂറിലാണ് 15 മിനിറ്റ്. ഓരോ മണിക്കൂറിലും 10-15 മിനിറ്റ് പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊന്നും വാർത്താ സമ്മേളനം ഇല്ല, ലോഡ് ഷെഡിങ് ഇല്ല. അതിനെന്തൊക്കെയാ? അതിന് PR, അതിന് മറ്റേ കറണ്ട് ബില്ലിൻ്റെ അടിയിൽ ഒലക്കേട മൂട്. ഇപ്പോൾ പവർ കട്ട്, ജനം ഈ ചൂടിലിങ്ങനെ ദുരിതത്തിലിങ്ങനെ വലയുമ്പോൾ 15 മിനിറ്റ്, ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് വീതം ലോഡ് ഷെഡിങ്, പവർ കട്ട് ആണ്. എന്നിട്ട് ഒരു വാർത്താ സമ്മേളനം വിജയൻ നടത്തുന്നില്ല. വിജയൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ക്ലിഫ് ഹൗസിൽ AC തണുപ്പിച്ച് നല്ല പുതപ്പൂട്ട് കിടന്നുറങ്ങുകയാണ്. ജനോ ആ ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര സൂര്യാഘാതം കാരണം എത്ര പേരാ മരണപ്പെടുന്നത്? സൂര്യാഘാതം കാരണം. ഇത് ചൂട് സഹിക്കാൻ പറ്റണ്ടേ? വീട്ടിനുള്ളിലാണെങ്കിലും ചൂട് സഹിക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ചൂട് സഹിക്കാൻ പറ്റണ്ടേ? ഇപ്പോൾ ഓഫീസുകളിൽ ഇൻവേർട്ടറുകൾ ഉണ്ടാവും, ജനറേറ്ററുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോ? സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനറേറ്റർ ഉണ്ടോ? സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടോ? സാധാരണക്കാരൻ്റെ വീട്ടിൽ സോളാർ ഉണ്ടോ? എന്നിട്ട് പോരാത്തതിന് അതിനിടയിൽ കൂടി ഈ ഓരോ മണിക്കൂറും ഇടവിട്ട് 15-20 മിനിറ്റ് വരെ പവർ കട്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞതോ, ഞാൻ വന്നു പവർ കട്ടില്ലാതാക്കി, ഞാൻ വന്നു കേരളം ഉണ്ടാക്കി, ഞാനാണ് നിങ്ങളുടെ തന്ത. വീട്ടിലുള്ള 2 ഉണ്ട്, ഐറ്റങ്ങളെ തന്തയാവാൻ മര്യാദയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് നമ്മളെ തന്തയാവുന്നത്. ഇതൊക്കെ ഏറ്റുപിടിക്കാൻ കുറെ കൃമികീടങ്ങളായിട്ടുള്ള അന്തംഗമ്യ അടിമകളും. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ദുരിതമാണ് ജനം അനുഭവിക്കുന്നത്. ആർക്കും ഈ പറയുന്ന പച്ച നുണ, കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ നോക്കിയിട്ട് ഇത് പച്ച നുണ പറയുന്നു എന്ന് മാത്രമല്ലല്ലോ, ഇത് പറയുമ്പോൾ വിജയൻ്റെ ഉള്ളിലുള്ള എന്താണുള്ളത്? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നത് ഈ പൊട്ടന്മാർ, ഇതൊക്കെ കഴുതകളാണ്, ഈ വെറ്റകളൊക്കെ എന്തിനു കൊള്ളാം എന്നുള്ള ഒരു പരിഹാസ. അതാണ് വിജയൻ്റെ ഉള്ളിലുള്ള ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഈ വെറ്റകളൊക്കെ എന്തിന് കൊള്ളാം, ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞിട്ടും ഈ പൊട്ടന്മാർ ഇതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വിജയൻ ചിന്തിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ഏപ്രിൽ 9 കഴിഞ്ഞപ്പോൾ വാർത്താ സമ്മേളനമില്ല, ഫേസ്ബുക്ക് കുറിപ്പില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അതിന് മുമ്പ് വാർത്താ സമ്മേളനം, ഫേസ്ബുക്ക് കുറിപ്പ്, പോരാത്തതിന് പ്രചരണങ്ങൾ വേറെ. ഓക്കെ, ടൗൺഷിപ്പിൻ്റെ തന്ത, പ്രളയത്തിലെ രക്ഷകർത്താവ്. കോവിഡ് വന്നപ്പോൾ ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ബാക്കിയായത്. വിജയനില്ലെങ്കിൽ നമ്മളൊക്കെ ചത്തുപോയേനെ. ഇപ്പൊ പരശുരാമൻ മഴു എറിഞ്ഞതും എന്നെ കണ്ടിട്ടാണ് എന്നാണ് അടിമകൾ പറയുന്നത്. ആരെ കണ്ടിട്ട്? വിജയൻ തമ്പ്രാനെ കണ്ടിട്ട്. ഇരുണ്ട കാലം അവസാനിച്ചു, 10 വർഷം ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല, ഒലക്കേടെ മൂട്. ജനം ദുരിതത്തില, ജനം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട്
ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന KSEB ബോർഡ് തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ നിർദ്ദേശം, ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് കട്ടായിക്കൊള്ളണം. ജനത്തിനോടൊന്നും പറയാൻ പാടില്ല. അവരങ്ങോട്ട് അനുഭവിക്കട്ടെ. അവറ്റകൾ വിഡ്ഢികളാണ്, കഴുതകളാണ്, അവരനുഭവിക്കട്ടെ എന്നുള്ളതാ വിജയന്റെ മെന്റാലിറ്റി അല്ലേ? ഇതിനെതിരൊക്കെയല്ലേ പ്രതികരണങ്ങൾ വേണ്ടത്? പച്ച നുണ നമ്മുടെ മുമ്പിൽ വിളമ്പിയപ്പോ ചോദിക്കണ്ടേ ഇപ്പോ മുഖത്ത് നോക്കിയിട്ട്? വിജയനല്ലേ പറഞ്ഞത് പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല, അപ്പൊ ഇതെന്തോ അലക്കയാണെന്ന് ചോദിക്കണ്ടേ? വേണ്ടേ? നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കഴുതകളായിക്കൊണ്ടേയിരിക്കുക. ജനം കഴുതകളല്ല സാർ എന്നല്ല, ജനം കഴുതകളാണ്, ഇത് അടിമകളാണ് എന്നാണ് വിജയം പറയുന്നത്.